വേണു മദ്രാസിൽ നിന്നും വരാതിരിക്കില്ല. രാധ വിഷമിക്കാതിരിക്കൂ. എത്ര ദിവസം എന്ന് വെച്ചാ ചേച്ചി ഇവിടെ ഇങ്ങനെ? ഓഹോ, അതാണോ കാര്യം? അതുകൊണ്ടൊന്നും രാധ വറിയാകണ്ട. രാധയ്ക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. എനിക്കിവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സമയമെങ്കിലും പോയി കിട്ടുമായിരുന്നു. ചേച്ചി രവേട്ടനോട് പറഞ്ഞ് എനിക്കൊരു ജോലി വാങ്ങി തരാമോ? ഞാൻ ചേട്ടനോട് പറയാം. മമ്മി മമ്മി ഇത് കണ്ടോ മമ്മി? ബാറ്റിന്റെ ഗട്സ് പൊട്ടിപ്പോയി. ഒന്ന് കേട്ടിട്ടാ മമ്മി? എനിക്കിത് കെട്ടാനൊന്നും അറിഞ്ഞൂടാ. ഇങ്ങ് തരൂ ചേച്ചി, ഞാൻ കെട്ടിക്കൊടുക്കാം. താങ്ക് യു ആന്റി. രാധയ്ക്ക് ഇതെങ്ങനെ അറിയാം? വേണുവേട്ടൻ പഠിപ്പിച്ചു തന്നതാ. അയ്യോ, ഗട്സ് പൊട്ടിപ്പോയല്ലേ ചേട്ടാ. ഇങ്ങോട്ട് വാ. ഇതേപോലെ നിന്റെ കഴുത്തിലും ഞാനൊന്ന് കെട്ടിയിടും. ഗട്സോ? പൊന്നുകൊണ്ടൊരു താലി. പോ ചേട്ടാ. രാധക്കറിയാണോ? ആവശ്യത്തിലധികം കണ്ണുനീര് രാധയുടെ കയ്യിൽ സ്റ്റോക്കുണ്ടെന്ന് എനിക്കിവിടെ വന്ന് അന്ന് തന്നെ മനസ്സിലായി. ഇങ്ങനെ കരഞ്ഞു തീർത്താൽ ശരിക്കൊരു ആവശ്യം വരുമ്പോ കണ്ണുനീര് ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വരും. എന്തു ഞാൻ രാധയ്ക്ക് YWCA ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ജോലി കിട്ടിയാൽ അവിടെ തന്നെ താമസിക്കുമെന്നാണ് അവരുടെ നിയമം. വേണുവിനെ കണ്ടു കിട്ടാത്തത് ഞാൻ അന്വേഷിക്കാത്തത് കൊണ്ടാണെന്ന് രാധയ്ക്ക് തോന്നുന്നുണ്ട്. ഞാൻ ദിവസവും അന്വേഷിക്കുന്നുണ്ട്. മദ്രാസിൽ നിന്നും ഏരിയ മാനേജറായി പ്രൊമോഷനോട് കൂടിയാണ് അദ്ദേഹം വരുന്നത്. രാധയുടെ നല്ല കാലം അടുത്തെന്നാ തോന്നുന്നേ. പിന്നെ നാളെ രാവിലെ ജോലിക്ക് പോകാൻ റെഡിയായി എന്നോണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇറക്കടാ. എത്രയായി? 10 രൂപ. റൈറ്റ്. എടാ അറിയാ, നിന്നെ കണ്ടിട്ട് എത്ര കാലമായടാ. എന്താ അറിയിക്കായിരുന്നത്? ഞാൻ നേരത്തെ പോകുന്നില്ലയാ. നീ വാ, നീ വാ. ഏതായാലും ഇന്ന് ഘോഷിക്കണം. അതിരിക്കട്ടെ, മദ്രാസിലെ ഗേൾസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇവനെപ്പോഴും ഈ ഒരു ചിന്ത മാത്രമുള്ള. അയ്യാ, ഒരു ഗുഡ് ന്യൂസ്. എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഏരിയ മാനേജറായിരുന്നു. ഇവിടെ തന്നെ. ഏരിയ മാനേജർ ആയതുകൊണ്ട് സാറിന് ഇനി ഇവിടെ താമസിക്കാൻ അല്പം വിഷമം കാണും. ഞങ്ങളെല്ലാം വഴക്കന്മാരാണല്ലോ. ഇനി ഞങ്ങളിവിടെ താമസിക്കാൻ സാറിന് ഇപ്പം ബുദ്ധിമുട്ടായി. എന്തോ വലിപ്പ് പറഞ്ഞായിരിക്കില്ലേ? എനിക്കിത് കുളിക്കാം. നിക്ക്, നമുക്കൊരു കൂട്ടക്കുളി പാസ്സാക്കാം. നടക്ക്. മദ്രാസിൽ നിന്ന് വന്നല്ലേ, അവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇനി ഇവനെ കുളിപ്പിക്കുന്ന ജോലി വരെ എനിക്ക്. കൊള്ളാമല്ലേ? പുതിയാന്ന് തോന്നുന്നു. നമുക്ക് ഇന്ന് തന്നെ പൊക്കിക്കളയാം. സമയം കിട്ടുമ്പോഴൊക്കെ ഇനി വരണം. വരാം. YWCA താമസമായി കഴിഞ്ഞാൽ ഞങ്ങളിന്ന് മറന്നുവിടരുത് കേട്ടോ. മിനിമോളെ, ആന്റി പോട്ടെ.
ആന്റി ഞാൻ വീട്ടില്ല. ആന്റി പോവണ്ട. മമ്മി ആന്റിയോട് പോവണ്ടെന്ന് പറ അമ്മേ. മോളെ ആന്റി കുത്തിവെപ്പിക്കാൻ പോവുക. മോളെ എന്നാ മോളെ ഡോക്ടർ കുത്തിവെക്കും. ആണോ അമ്മി? അതെ. രാധ കയറിക്കോളൂ. പോട്ടെ മോളെ. ടാറ്റാ ടാറ്റാ. ആന്റി കുത്തി വെച്ചിട്ട് വേഗം വരണേ. വരാം മോളെ. പിന്നെ ചാരി വേഗം ഇങ്ങ് കൊണ്ടുവരാം. ടാറ്റാ. കഞ്ഞു കാണാൻ വയ്യാത്തവ ഞാൻ വല്ലതും തരണേ. രണ്ട് നാരങ്ങളും തന്നെ. ഇപ്പൊ നീ എവിടെ നിന്ന് വന്നടാ? നെഞ്ചത്ത് കയറ്റിക്കൂടാ. തനിക്കിപ്പോ കണ്ണു കാണാല്ലേ? അപ്പൊ നീ എന്നെ പരീക്ഷിക്കായിരിക്കും. രണ്ടാം അനുവദിക്കില്ല. സാറേ 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 മനുഷ്യ തെണ്ടാൻ അനുവദിക്കില്ല. തെണ്ടികൾ. സാറേ 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 രണ്ട് കണ്ണും കാണാൻ വയ്യ. ഒരു 10 രൂപ തരണേ. അയ്യോ എന്റെ പൊന്നപ്പൂക്ക, 50 പൈസക്ക് ഉരു എടുക്കല്ലേ. നല്ല തടിയാണല്ലോടാ, വേലയെടുത്ത് ജീവിച്ചൂടെ? ഈ നല്ല കണ്ണ് എന്തിനാ കാഴ്ചയില്ലെന്ന് പറയുന്നത്? ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ്. അല്ലേ? സാറേ സാറേ എന്തെങ്കിലും തരണേ സാറേ. രണ്ട് കണ്ണ് കാണാൻ വയ്യ സാറേ. സാറേ 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 എന്തെങ്കിലും തരണേ സാറേ. സാറേ സാറേ ചേട്ടാ ചേട്ടാ എന്തെങ്കിലും തരണം ചേട്ടാ. ചേട്ടാ ചേട്ടാ സാറേ സാറേ ചേട്ടാ 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 എന്റെ കാശ് ചേട്ടാ. ചേട്ടാ 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 എന്റെ കാശ് ചേട്ടാ. എന്നെ എടുത്തു തരണേ ചേട്ടാ. എന്നെ സഹായിക്കണേ ചേട്ടാ ചേട്ടാ. സാറേ 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 ഒരു 10 പൈസ തരണേ സാറേ. കയ്യും കാലും കളഞ്ഞവരാണ്. ഒരു 10 പൈസ തരണേ. നിങ്ങളെ പോലെ കയ്യും കാലും ഉണ്ടായിരുന്നവനാണ് സാറേ. ഞാൻ നല്ല റെസ്പെക്ടബിൾ ഫാമിലിയിൽ നിന്ന് വന്നതാണ് സാറേ. സാറേ സാറേ ഒരു 10 പൈസ. അമ്മച്ചി അമ്മച്ചി ഒരു 4 തരണേ. പറ്റില്ലേ? അയ്യോ അയ്യോ സാറേ 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 സഞ്ചിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ സാറേ? സാറേ സാറേ ഒരു 10 പൈസ തരണേ. കയ്യും കാലും കളഞ്ഞവനാണ്. അയ്യോ സാറേ 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 ബസ്സിലിരിക്കും സാറേ. സാറേ സാറേ നോട്ടാണെങ്കിൽ ചില്ലറ തരാം സാറേ. സാറേ സാറേ കയ്യും കാലും കളഞ്ഞവനാണ്. സാറേ സാറേ ഇങ്ങോട്ട് പോയി കയ്യും തലയും പുറത്തെടുത്ത് കേട്ടാ. എന്നെ പോലെ ആയിപ്പോ. സാറേ 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 കൈ. ഹലോ ആ ആന്റി. അമുൽ ദീപി. ഹലോ അങ്കിൾ. പോക്കറ്റില്ലേ? സോറി. ഹായ്. കൊള്ളാലോ. ഇന്നത്തെ കളി മോശം. ഒരു കലക്ഷമല്ല ഇന്ന്. മേഡം സുഖാണോ രാധ? രാവിലെ തുടങ്ങിയതാ ആന്റിയെ കാണണം പറഞ്ഞ് ബഹളം. ഞാനിന്ന് ആന്റിക്ക് ടെസ്റ്റ് ചെയ്ത് വന്നിരിക്കുക. അതെയോ? ഇന്ന് രാത്രി മോള് വീട്ടിൽ പോകണ്ട. നാളെ രാവിലെ ആന്റി വീട്ടിൽ കൊണ്ടാക്കാം. മമ്മി ഞാനിന്നിവിടെ കിടക്കട്ടെ? ഡാഡിയോട് ചോദിക്കും. ഡാഡി ആ ബീച്ചിൽ പോയിട്ട് ആലോചിക്കാം. നല്ല ഡാഡി. ഓ വരൂ രാധ, നമുക്ക് ബീച്ചിൽ പോവാം. ജസ്റ്റ് അല്ലേ, ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. രാധയുടെ പഴയ ദുഃഖഭാവം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലേ? നമുക്ക് ബീച്ചിൽ ടാക്സി പോവാം. സ്കൂട്ടർ ഓടിക്കട്ടെ.